എൻ്റെ പേര് ജ്ഞാനേന്ദ്രകുമാർ. ഞാൻ പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിയാണ്. അത് ഞാൻ ഈ രാജയോഗ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, അഥവാ ഇതിൽ അംഗമായിട്ട് ഇപ്പോൾ ഏകദേശം 3 വർഷത്തോളം ആയിട്ടുണ്ട്. ഇതിൽ വന്ന് ചേരാനുണ്ടായ സാഹചര്യങ്ങളെന്ന് പറയുമ്പോൾ, പ്രധാനമായിട്ടും ഞാനൊരു ആത്മീയത ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. ആത്മീയതയുടെ പല തലങ്ങളിലെ കുറിച്ചും വായിക്കുകയും കേൾക്കുകയും പ്രഭാഷണങ്ങൾ കേൾക്കുകയും അതിനോടൊരു പ്രത്യേക താല്പര്യം മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു രാജയോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ വഴി ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ഇതിനെ അറിയാൻ താല്പര്യം തോന്നുകയും അതിന് പ്രാഥമികമായിട്ടുള്ള കോഴ്സ് അഥവാ അതിൻ്റെ പഠന രീതികൾ മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്നത് അഭ്യസിക്കുകയാണുണ്ടായത്. ഇത് അഭ്യസിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഗുരുക്കന്മാരുടെ ഉപദേശങ്ങൾ കേൾക്കുന്ന ശീലമുണ്ടായിരുന്നു. അതിലൂടെ മനസ്സിലായൊരു പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ പരിവർത്തനം, അതുണ്ടാക്കേണ്ട രീതികൾ, അത് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ, എനിക്കും എൻ്റെ ചുറ്റുപാടും ഉള്ളവർക്കും ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിനും ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാനാകുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അതിൽ എൻ്റെ മനസ്സിൻ്റെ പരിവർത്തനം, അഥവാ എൻ്റെ മോശമായ എൻ്റെ എന്തെങ്കിലും പ്രക്രിയകളിൽ നിന്ന് എനിക്ക് നല്ലതായിട്ടെൻ്റെ പരിവർത്തനം, അഥവാ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കുള്ള പരിവർത്തനം എങ്ങനെയെന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി, അഥവാ പല ഗുരുക്കന്മാരുടെയും പലരുടെയും പ്രഭാഷണങ്ങളിലും അതിന് വ്യത്യസ്തത കാണുകയാണ് ഉണ്ടായത്. അതിലൊരു ഏകോപന രീതി ഉണ്ടായിരുന്നില്ല. പലരുടെ അഭിപ്രായങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അത് പ്രായോഗിക ജീവിതത്തിൽ അത് കൊണ്ടുവരുന്നതിന് വ്യത്യാസമുണ്ട്. അത് നമുക്ക് ശീലിക്കുന്നതിൽ ഒരു കുടുംബത്തിലിരിക്കുന്ന ഒരാൾക്ക് അത് ശീലിക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ ഞാൻ ബ്രഹ്മകുമാരീസിൻ്റെ പഠന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതിനൊരു പ്രത്യേകത ഫീൽ ചെയ്യുകയും ഇതിന് അടിസ്ഥാനം ഒരു ജ്ഞാനം അഥവാ നോളജിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു യോഗ പ്രക്രിയയാണിത്. ആ നോളജ് എന്നെ വളരെയധികം ആകർഷിക്കുകയും അത് ഞാൻ മുമ്പ് തന്നെ കേൾക്കാൻ ഉദ്ദേശിച്ചിരുന്ന അഥവാ ശ്രവിക്കാൻ ഉദ്ദേശിച്ചിരുന്ന അന്വേഷിച്ചിരുന്ന കാര്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ടോ അത് കുറച്ച് നിമിഷങ്ങൾ കൊണ്ടോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അത്ഭുതപരമായ അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ ഒരു കാര്യം. അതിനോടൊപ്പം തന്നെ ഞാനിതിലേക്ക് വളരെയധികം ആകർഷിക്കപ്പെടുകയും ഇതിനെ നേരത്തെ പറഞ്ഞ ഒരു മനുഷ്യൻ്റെ പരിവർത്തനത്തിന് ഉതകുന്ന രീതിയിലുള്ള ചിട്ടകൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വളരെ ലഘുവായും പ്രായോഗികമായും ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ സേവനം ചെയ്തുകൊണ്ട് തന്നെ നിത്യമായ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ കുടുംബ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഉപരി നമ്മുടെ മനസ്സിൻ്റെ നിലനിർത്തി അഥവാ ഉയർത്തി നമുക്കൊരു പരിവർത്തനം സ്വയം ഉണ്ടാകുന്ന അവസ്ഥ ഞാൻ ഇപ്പോൾ അനുഭവിക്കുകയാണ്.